ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടർക്കിഷ് ചിക്കനാണ്. നമ്മൾ സാധാരണയായി എല്ലാവരും ചിക്കൻ കറിയോ ചിക്കൻ റോസ്റ്റോ അല്ലെങ്കിൽ സ്റ്റൂ ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ ഒരു ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ചെറിയ പീസസ് ആക്കി അരിഞ്ഞ് കഴുകി വെച്ചേക്കുവാണ്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. കാരണം നമുക്ക് ആദ്യം തന്നെ അത് മാറിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. അതിലേക്ക് ഗരം മസാല ഇടാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പും തൈരും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരിച്ചിരി എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവറിൻ്റെ ഓയിലാണ്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ചിക്കനിലുള്ള വെള്ളമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഏതാണ്ട് ഈ രൂപത്തിലൊക്കെ എത്തുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇടുക. ആ ബട്ടർ ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് നമുക്ക് മൈദപ്പൊടി ആഡ് ചെയ്യാം. ആ മൈദപ്പൊടിയും ഈ ബട്ടറിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഈ രൂപത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് പാൽ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കട്ടയൊന്നും പിടിക്കരുത്. ഇനി നമുക്ക് അതിലേക്ക് ഒറിഗാനോ ഇച്ചിരി ആഡ് ചെയ്യാം. അതിനുശേഷം ഇച്ചിരി കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മേത്തി ഇല ഉണ്ടെങ്കിൽ മേത്തി ഇലയും നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആ ഫ്രൈഡ് ചിക്കനിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി ഈ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സർക്കിളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വൈറ്റ് സോസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ട് കുറച്ച് മല്ലിയില നമുക്ക് വിതറാവുന്നതാണ്. ഒന്ന് കാണാനൊക്കെ രസമായിരിക്കും. അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചില്ലി ഫ്ലെക്സും ആഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് ഈ ചീസ് മെൽറ്റ് ആകുന്നവരെ നമുക്ക് സമയം കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടും വരെയും ബൈ ബൈ, ടേക്ക് കെയർ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.